ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ തിരുവർക്കാട്ട് കാവ് അഥവാ മാടായിക്കാവിൻ്റെ അഡ്രസ്സിൻ്റെ മുന്നിലാണ്. ഭയങ്കര ശക്തിയുള്ള ഒരു ദേവീക്ഷേത്രമാണ് ഈ മാടായിക്കാവ് എന്ന് പറയുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തിന്മകളും അതുമാതിരി തന്നെ ദുർമന്ത്രവാദവും ആഭിചാരങ്ങളും ഇല്ലാതാക്കുന്ന ശക്തിസ്വരൂപിണിയായ മാടായിക്കാവിലമ്മ കുടികൊള്ളുന്ന കേരളത്തിലെ രണ്ടാമത്തെ ഭദ്രകാളി ക്ഷേത്രമാണ് ഈ മാടായിക്കാവ് എന്ന് പറയുന്നത്. കേരളത്തിലെ ഒന്നാമത്തെ ഭദ്രകാളി ക്ഷേത്രം നമ്മളെ കൊടുങ്ങല്ലൂരും അതുമാതിരി തന്നെ രണ്ടാമത്തെ ഭദ്രകാളി ക്ഷേത്രം മാടായിക്കാവുമാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഇനി അമ്പലത്തിലെ വിശേഷങ്ങൾ ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊരു അരയാൽത്തറയാണ്. ഈ ഒരു അരയാൽത്തറ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. ഈ ഒരു അരയാൽത്തറ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിയുടെ ചൈതന്യം ഫസ്റ്റ് കണ്ടത് ഇവിടെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു അരയാൽത്തറയെ വണങ്ങിയിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഓരോരോ പൂജ ചെയ്യാനുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അതുമായി തന്നെ കോഴീനെ അറക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഓരോരോ പൂജ ചെയ്തിട്ട് കോഴീനെ അറക്കുന്ന പരിപാടികളുണ്ടല്ലോ, അതെല്ലാം ഈ മാടായിക്കാവിൽ വെച്ചിട്ടാണ്. നമ്മളെ കണ്ണൂർ കുറച്ച് ദിവസം മുന്നേ ഭയങ്കര മഴയായിരുന്നു. ശക്തിയായ മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല വെയിൽ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടും കൂടിയാന്ന് തോന്നുന്നു ഈ വെള്ളിയാഴ്ച നിറച്ചും ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. ഇവിടെയുള്ള വിശേഷ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗർണമി അമാവാസ്യയും അതുമായി തന്നെ ചൊവ്വയും വെള്ളിയും. ഇതാണ് ഇവിടെയുള്ള പ്രധാന ദിവസം. അന്നത്തെ ദിവസങ്ങളിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇതാണ് ഇവിടെയുള്ള വഴിപാട് കൗണ്ടർ. ഇപ്പോൾ ഇത് കണ്ടതിൽ തന്നെ നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവില്ല. വഴിപാട് കൗണ്ടറിൻ്റെ മുന്നിൽ തന്നെ എത്ര ആൾക്കാർ 6 ആയിട്ടാണ് ആൾക്കാർ വന്നിട്ടുള്ളത്. അത്രയും ക്യൂ ആണ്. എനിക്ക് വഴിപാട് കഴിപ്പിക്കാനുണ്ടായിരുന്നേ. ഇവിടെയുള്ള പ്രധാന വഴിപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകപ്പൂജയാണ്. അകപ്പൂജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വഴിപാടാണ് ഇവിടെ ഉള്ളത് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ശത്രു സംഹാരത്തിനും വേണ്ടിയിട്ടാണ് ഈ അകപ്പൂജ കഴിപ്പിക്കുന്നത്. അതുകൂടാണ്ട് പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി അങ്ങനെയെല്ലാം ഉണ്ട്. അതുമാതിരി തന്നെ അരിയിൽ എഴുതിപ്പിക്കലുണ്ട്, ചോറ് കൊടുക്കലെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ ചിക്കനാണ് പ്രസാദമായിട്ട് കൊടുക്കുന്നത്. ചിക്കൻ പ്രസാദമായിട്ട് കിട്ടുന്ന കേരളത്തിലൊരു ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവും അതുമായി തന്നെ കളരിവാതിക്ക ക്ഷേത്രമാണ്. കാസർഗോഡ് ജില്ലയിൽ ഉണ്ടെന്ന് പറയുന്നത് കേട്ട് അതെനിക്ക് ക്ലിയറായിട്ട് എനിക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട്. ഇനി വേറെ ഏതെങ്കിലും ജില്ലകളിൽ ഇതുമായി ചിക്കൻ പ്രസാദമായിട്ട് കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ അറിയാതെ കൂട്ടർക്ക് ഒരു ഉപകാരപ്രദമാകുമല്ലോ. ഇതാണ് അകപ്പൂജ കഴിച്ചിട്ട് കിട്ടിയ പ്രസാദം. ഒരു ശർക്കര പായസവും അതുപോലെ തന്നെ ചെറുപയറും ചിക്കനും തേങ്ങ കൊത്തലിട്ടിട്ട് വരട്ടിയ ഒരു കറിയല്ല, ഒരു പുഴുക്കമായിട്ടൊരു സാധനം. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിൽ മറ്റുള്ള ക്ഷേത്രത്തിലെ മാതിരി അത്താഴപൂജ നടത്താറില്ല. രാത്രി 8:30 മണിയോടുകൂടി നിവേദ്യ ശ്രീകോവിനുള്ളിൽ തന്നെ വെച്ചിട്ട് പൂജാരി നട അടിച്ചിട്ട് പോകാറാണ് പതിവ്. രാത്രി ദേവന്മാർ വന്നിട്ട് ഭഗവതിയെ പൂജിച്ച് അത്താഴ പൂജ പൂർത്തിയാക്കും. പിറ്റേ ദിവസം പൂജാരി നട തുറന്ന് ദേവീൻ്റെ വാള് നമസ്കാര മണ്ഡപത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ കൊണ്ടുവയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് അത്താഴ നിവേദ്യം പുറത്തു കൊണ്ട് വെക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തിലെ പൂജാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യമാംസം കഴിക്കുന്നവരാണ്. ഇവർ പിടാരർ എന്നറിയപ്പെടുന്ന ബംഗാളി ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരാണ്. ഇവരെ പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള വിശേഷ പൂജക്കെല്ലാം ബംഗാളിൽ നിന്ന് ബ്രാഹ്മണ പൂജാരിനെയാണ് കൊണ്ടുവന്നത്. ഇപ്പോഴും അവിടെ അങ്ങനെയാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പം നിലവിൽ ഇവിടെ നമ്മളെ കണ്ണൂരിലെ ആൾ തന്നെയാണ് പൂജ ചെയ്യുന്നതെന്നാണ് അവിടുന്ന് കൗണ്ടർ നമുക്ക് പറഞ്ഞു തന്നത്. പ്രസാദം മേടിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം അവിടുന്ന് ഒരാൾ പറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണം പോയി കഴിച്ചോന്ന്. അപ്പം ഭക്ഷണം കഴിക്കണ്ടെങ്കിൽ ഫസ്റ്റ് ടോക്കൺ തരും. ആ ടോക്കൺ തന്നിട്ട് ഇവിടെ നമ്മൾ കൊണ്ടു കൊടുത്താൽ മാത്രമേ നമുക്ക് ഭക്ഷണം കിട്ടുള്ളൂ. നല്ല ചൂട് ചോറും മാതള നാരങ്ങേൻ്റെ അച്ചാറും ചെറുപയറും മത്തങ്ങ ഇട്ടുള്ളൊരു പുഴുക്കും സാമ്പാറും ഇതായിരുന്നു അന്നത്തെ ഭക്ഷണം. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പൂരമഹോത്സവത്തിൻ്റെ അന്ന് ദേവീനെ കുളിപ്പിക്കുന്നൊരു കുളം അതിൻ്റെ അടുത്തുണ്ട്. അത് കാണാൻ ശേഷം അവിടെ പോയി. ഈ ഒരു കുളം ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു വടുകുന്ത ശിവക്ഷേത്രമുണ്ട്. അതിൻ്റെ നേരെ ബാക്കിലാണ് വരിക. ഇവിടെ വെച്ചിട്ടാണ് പൂരമഹോത്സവത്തിൻ്റെ അന്ന് ദേവീനെ കുളിപ്പിക്കുന്നത്. മാടായിക്കാവിലും വടുകുന്ത ശിവക്ഷേത്രത്തിലും വരാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും ഇവിടെ വരിക, അതിൻ്റെ കണ്ടിട്ട് അഭിപ്രായം പറയാം.
അപ്പോൾ മാടായി കാവിലെ ശേഷം ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.